ഞങ്ങളിപ്പോൾ മലേഷ്യൻ പഴനിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാർ പാർക്കിങ്ങിനായിട്ട് 3 റിംഗറ്റാണ്. നമ്മളത് അവിടെ പേ ചെയ്തിട്ട് ഉള്ളിലേക്ക് കടന്നു. വിശാലമായ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണാം ആ ചുണ്ണാമ്പ് പാറകൾ. അതിൻ്റെ ഉള്ളിലാണ് ഈ ബാത്തു കേവ്. ചേട്ടൻ ഇവിടെ കുറേ തവണ വന്നിട്ടുണ്ട്. ഞാനും മോളും ആദ്യമായിട്ടാണ് വരണത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ബാത്തു കേവിൻ്റെ മുന്നിലേക്ക് എത്തി. അപ്പം നമുക്ക് ഈ പ്രതിമ കാണാം, മുരുകപ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകപ്രതിമയാണ് അത്ര ഇത്. 140 അടി ഉയരമുണ്ട് കേട്ടോ ഈ പ്രതിമയ്ക്ക്. ഗോൾഡൻ കളറിലുള്ള ഈ പ്രതിമ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഭയങ്കര ഒരു തേജസ്സും ഐശ്വര്യമൊക്കെ തോന്നി. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയത് ഇതാരായിരിക്കും ഈ പ്രതിമയുടെ ശില്പി? എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണേന്നറിയോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിറയെ പ്രാവുകളാണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്, പ്രാവിൻ്റെ പിന്നാലെ ഓടുന്നു. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ നമുക്കവിടെ കാണാം. എല്ലാവരും ഇവിടെ എത്തിയ മുരുകപ്രതിമയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു സെൽഫി, കുറച്ച് ഫോട്ടോസ് അത് മസ്റ്റാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്, ഞങ്ങളും എടുത്തു. ദേ ഇവിടെ ഒരാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാ പോസ് ചെയ്യണ്ടേന്ന്. ഇവിടെ താഴെ 2-3 അമ്പലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ താഴെയുള്ളത് കുറച്ച് ഷോപ്പുകളുണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വടയും ചായയും കഴിച്ചിട്ടാണ് മോളിൽ കയറിയത് കേട്ടോ. താഴെയുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള നാദസ്വര വായനയും മണിയടിയുടെ ശബ്ദമൊക്കെ കണ്ണിനും കാതിനും മനസ്സിനൊക്കെ നല്ലൊരു എനർജി തരും. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. അപ്പോൾ പടികൾ കയറാൻ തുടങ്ങുകയാണ്. 272 പടികളാണ് കേട്ടോ അതിലുള്ളത്. അങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ സൈഡിൽ നിന്നൊരു വിളി വന്നു. അപ്പോൾ എന്താണെന്നറിയോ, മോള് ഷോർട്സ് ആയിട്ടിരുന്ന പെണ്ണുങ്ങൾ ഷോർട്സ് ഇട്ട് മുകളിൽ കയറാൻ പാടില്ല അത്ര. അങ്ങനെ 2 റിംഗറ്റ് കൊടുത്തൊരു ഷോള് വാങ്ങി അവരത് ഉടുപ്പിച്ച് കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത്. ഞാൻ പടികൾ കയറുമ്പോൾ കുറച്ച് കിതക്കണുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ ഞാൻ കയറുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ പടി കയറുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മോള് ചെറുതായിരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ മുടി കളയാൻ വേണ്ടിയിട്ട് പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നിങ്ങനെ കുത്തനെയുള്ള പടികൾ കയറിയിട്ടല്ല കേട്ടോ മോള് കയറിയത്. സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെയാണ്. ഇവിടെയും മൊട്ടടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ പടികൾ കണ്ട ഒരാൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പടികളെല്ലാതും പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ താഴേന്ന് കാണുമ്പോൾ. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കണ്ട ഒരു ഗേറ്റ് അടച്ചിട്ടേക്കണത്, അത് ഡാർക്ക് കേവിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ കൂരിരുട്ടാവും ഇത്രേ. ടോർച്ചൊക്കെ കൊണ്ടാണ് പോവുക. ഗൈഡൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ കയറി മുകളിലെത്താറായി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാണാം ചുണ്ണാമ്പ് പാറകൾ. തായ്ലാൻഡിലും ഇങ്ങനത്തെ പാറകളാണ് കൂടുതലും. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് മണ്ണും പാറയൊക്കെ വേറെ വേറെ ടൈപ്പല്ലേ. നമ്മൾ ഈ പടികൾ കയറി ഉള്ളിലെത്തുമ്പോൾ വിശാലമായ തളമാണ് കേട്ടോ. അവിടെയാണ് മുരുകക്ഷേത്രം ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട്. മുരുകനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള 10ാമത്തെ ഗുഹയാണ് ഇത്ര ഇത്. അതിൽ ആദ്യത്തെ 6 ഇന്ത്യയിലും ബാക്കി മലേഷ്യയിലാണെന്ന്. 1890 തമ്പുസ്വാമി പിള്ള എന്ന ധനികനായൊരു തമിഴ് വംശജനാണ് മുരുകനെ ഈ ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്. 1892 തൈപ്പൂയ ആഘോഷം തുടങ്ങി. തമിഴ്നാട്ടിലെ കോവിലുകളിൽ പോലും ഇത്രയും പേര് തൈപ്പൂയത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പറയണത്. ഞങ്ങൾ താഴെ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ അവർ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ തൈപ്പൂയത്തിന് വരുന്ന തിരക്ക്. അത്രയധികം ആൾക്കാരാണ് വരണത് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയും മുകളിലേക്ക് പടികളുണ്ട്. അവിടെയും ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ ശരിക്കും ഇങ്ങനെ ചീവീടുകളുടെ ശബ്ദവും അതൊക്കെ ആയിട്ട് ആ പ്രകൃതിയുടെ ഒരു ശബ്ദമല്ലേ, കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം അതുണ്ട്. എന്തായാലും ഇതൊരു വിസ്മയം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ തായ്ലാൻഡ് പോയപ്പോൾ കണ്ട ഒരു സ്ഥലം ഓർമ്മ വന്നു. ആ കേവിൻ്റെ ഉള്ളിൽ ബുദ്ധ പ്രതിമയായിരുന്നു. ഇതിനോട് ചെറിയൊരു സാമ്യം തോന്നും, പക്ഷെ ഇത് അതിനേറ്റവും വലുതാണ് കേട്ടോ. എനിക്കിവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ പിന്നെ ഓർമ്മ വന്നത് ഗുണ കേവാണ്.
കെ പൊറ്റക്കാടിൻ്റെ മലയാനാടുകളിൽ എന്ന യാത്രാ വിവരണത്തിൽ ഈ ഗുഹയെ പറയണത് കൊള്ളക്കാരുടെ താവളം എന്നായിരുന്നു അത്രേ. പണ്ടങ്ങനെ ആയിരുന്നിട്ടുണ്ടാവാം, അറിഞ്ഞൂടാ. ഞാനിത് വായിച്ചറിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് വീഡിയോ ഒക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങാണ്. നോക്കി ഒരാൾ മുകളിലേക്ക് തലച്ചുമടായിട്ട് പോണ്. ഇങ്ങനെ 2-3 ആൾക്കാർ പോണ കണ്ടു വെള്ളമൊക്കെ കൊണ്ട്. നമ്മൾ തന്നെ ഒരു ബാഗും കൊണ്ട് കയറുമ്പോൾ ഒരു കിതപ്പും ഇതൊക്കെയായി. ഇവരിപ്പോൾ സ്ഥിരം കയറുന്നവരായിരിക്കും. ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് അത്ര അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈവനിങ് ടൈം ആണല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കയറി തൊഴുതു. ആ അമ്പലങ്ങളുടെ ഉള്ളിലത്തെ വീഡിയോസ് ഞാൻ അധികം ഒന്നും എടുത്തില്ല കേട്ടോ. ഇതിനു മുമ്പ് ചേട്ടൻ ഇവിടെ വന്നപ്പോൾ കറക്റ്റായിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഓൾറെഡി അത് ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണില്ല. മനോഹരമായ ഈ കേവും മുരുകൻ്റെ നല്ല ഭംഗിയുള്ള പ്രതിമയും കളർഫുൾ സ്റ്റെപ്സും നിറച്ചും പ്രാവുകളും എല്ലാം കൂടെ ഈ ഈവനിങ് നല്ല സുന്ദരമായിരുന്നു കേട്ടോ. സന്ധ്യാസമയത്ത് ഇവിടെ എത്തിയത് നന്നായിന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിലേക്ക് പോവാണ്. അവിടുത്തെ കുറച്ച് വീഡിയോയും കൂടി ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഡിന്നറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ. ഈ ഹോട്ടലിൽ ഏറ്റവും മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ടൊന്ന് പോയി കുളിക്കാന്ന് വെച്ച് പോയതാണ്. പക്ഷെ അവിടെ എന്തോ ടൈം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു പോന്നു. ഈ താഴെ കാണുന്നത് ഏറ്റവും മുകളിൽ നിന്നെടുത്ത വ്യൂ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ നിന്ന് ദോശ കിട്ടിയിട്ടാ. ഞങ്ങളിങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഈ ഒരു ലേഡി വന്ന് ചോദിച്ചു ദോശ വേണമാ എന്ന് ചോദിച്ചിട്ട്. തമിഴ് ലേഡി ആയിരുന്നു. അപ്പോൾ വേഗം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ദോശ കിട്ടി ഇവിടുന്ന്. അവിടെ വന്ന ആരും അങ്ങനെ ദോശ കഴിക്കണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി, ആൾക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോയി. ജെൻഡിങ്ങിലേക്ക് 2 ദിവസം പോവാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിറയെ റൈഡാണല്ലോ, പണ്ട് പോയപ്പോൾ ഉള്ളത് തന്നെയല്ലേ എന്നൊക്കെയുള്ളൊരു വിചാരം. പിന്നെ വന്നു കഴിഞ്ഞ് ആ സ്കൈവേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറായിരുന്നു. പിന്നെ ബാത്തുക്കെ പോകുന്ന എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ അറിയണ്ടായിരുന്നില്ല. പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് അവിടെ. ഞങ്ങൾ ചെന്ന നേരം ഒരു ഈവനിങ് ടൈമായ കാരണം ലൈറ്റും ഇതൊക്കെ ഇട്ട് പിന്നെ അത്ര അങ്ങോട്ട് തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ട്രിപ്പ് നല്ലതായിരുന്നു. പിന്നെ മോന് വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മലേഷ്യ അടുത്തായ കാരണം പോവാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മലേഷ്യക്ക് വരും. സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇടയ്ക്ക് വന്നിട്ട് വാങ്ങാറുണ്ട്. ആ ഒരു ചെറിയ വീഡിയോ പിന്നെ ഇടാട്ടാ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു.